ഇവിടെ ഈ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സാറിന് സമരം ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടാണല്ലോ. അതൊരു വലിയൊരു അതിശോക്തിപരമായ കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലഘട്ടത്തിൽ ഞാൻ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നതാണ്. ഒരുപാട് പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം എത്രയോ ആഴ്ചകളോളം ആശുപത്രിയിൽ കിടന്ന് ചികിത്സിച്ചിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. അത് സ്വാഭാവികമായിട്ട് സമരം നടത്തുമ്പോൾ ലാത്തി ചാർജ് ഉണ്ടാവുമെങ്കിൽ അതിന് പ്രതിഷേധം നടത്തുന്നത് അത് പുതിയൊരു കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്വർണ്ണപ്പാളിയുടെ വിഷയത്തിൽ ഗവൺമെന്റ് നയം മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ആരാണോ കുറ്റക്കാർ അവർ ആരും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അത് എത്ര വമ്പനായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ പഴുതും അടച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയുടെ ബിനാമിയാണെന്നാണ് പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷത്തിനെതിരെ എന്തും വിളിച്ചു പറയാമല്ലോ. ഭരണപക്ഷത്തിനെതിരെ എന്തും വിളിച്ചു പറയാമല്ലോ. അതിന് ഒരു അടിസ്ഥാന തെളിവോ രേഖയോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാതെ ഒന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. സുരേഷ് ഗോപിയുടെ ഒരു വാദം ശ്രദ്ധപ്പെട്ടിരുന്നു. ഇല്ല, സ്വർണ്ണപ്പാളി വിവാദം മുക്കാൻ വേണ്ടി ED സർക്കാർ ഇറക്കിയതാണെന്ന വാദം ശ്രദ്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഒരു സമതല തെറ്റിയ അഭിപ്രായ പ്രകടനങ്ങളാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്.